ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കുന്നത് റൗണ്ട് നെക്കിൽ നമ്മൾ ഹൾട്ടർ നെക്ക് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. അതിന് 2.25 ഇഞ്ച് അളവിലാണ് ഞാൻ തയ്യൽ തുമ്പ് കൂട്ടാതെ മാർക്ക് ചെയ്യണത്. 1 ഇഞ്ച് അടിക്ക് വീതിയും കൊടുത്തിട്ട്, വീതി വന്നിട്ട് 2.25 അടിക്ക് വന്നിട്ട് 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിപ്പോൾ ബാക്ക് നെക്കും രണ്ടും കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്ക് നെക്ക് മാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് ഒന്ന് മാത്രം കട്ട് ചെയ്യുക. ഫസ്റ്റ് വന്നിട്ട് ഒരു 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് ഒരു റൗണ്ടിന് ആദ്യം വരച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് നെക്കിൻ്റെ ഡെപ്താണ് 6 ഇഞ്ച് ഞാൻ പിടിച്ചിട്ടുള്ളത്. നെക്കിൻ്റെ ഡെപ്ത് 6 ഇഞ്ച് പിടിച്ചിട്ട് അതിനൊരു സ്ക്വയർ രൂപത്തിൽ വരച്ചെടുത്തിട്ട് അവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുക. മുകളിലുള്ള ഈ ലൈന് വന്നിട്ട് നമുക്ക് കോളർ വരുന്നതാണ്. അടിക്കുള്ളത് നമുക്ക് നെക്ക് മാതിരി മറിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് കോളർ വരിക. ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് കോളർ ഫിറ്റാക്കുക. ഈ ഒരു ഭാഗത്ത് റൗണ്ടിൽ നമ്മൾ നെക്ക് മറിച്ചെടുക്കുക ചെയ്യണത്. അതിന് വേണ്ടി നമ്മൾ 2 ഫോൾഡ് ചെയ്ത് കണ്ട് ക്യാൻവാസ് എടുക്കുക. എന്നിട്ട് കഴുത്ത് നമ്മൾ വെട്ടിയ അതേ ഷേപ്പിൽ തന്നെ ക്യാൻവാസും വെട്ടിയെടുക്കുക. ഞാനിവിടെ തുണി ക്യാൻവാസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാനിതിൻ്റെ വീതി വന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്, ക്യാൻവാസിൻ്റെ വീതി വന്നിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഷോൾഡറിൻ്റെ നമ്മൾ കൈ ഫിറ്റാക്കുമല്ലോ ആ ഭാഗത്തേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്ന ലെവലിൽ അത്രക്കും വീതിയിൽ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു തുണിയിൽ ഒട്ടിച്ചെടുത്ത ശേഷം നമ്മൾ നെക്ക് മറിച്ചെടുക്കുക. ഇതിന് തുടങ്ങിയിട്ട് നമ്മൾ ആ റൗണ്ടിന് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ നെക്ക് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന് കോളർ ഫിറ്റ് ആക്കാൻ വേണ്ടിയത് നമ്മൾ ആദ്യം ഫസ്റ്റ് ബാക്കും ഫ്രണ്ടും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ നമ്മൾ സെൻറ്റർ ഭാഗം കോളർ വരുന്നതിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തണം. പിന്നെ നമുക്ക് എത്ര കോളർ വരുന്നതിനുള്ളതിൻ്റെ അളവും കൂടി നമുക്ക് എടുക്കണം. ഇത് 5 നമുക്ക് കോളർ കിട്ടേണ്ടത്. ആ ഒരു 5 എന്നുള്ള ലെവലിൽ നമ്മൾ ക്യാൻവാസിലും അളവ് നിർത്തിയതിന് ശേഷം നമ്മൾ അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ക്യാൻവാസ് 1 ഇഞ്ചാണ് കേട്ടോ മറ്റേ അളവ്. വീതി വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, കോളറിൻ്റെ വീതി വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 ഇഞ്ചാണ്. എന്നിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ അറ്റത്ത് ചെറിയൊരു റൗണ്ടിലും കൂടി കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക.
ഇതൊരു തുണി ക്യാൻവാസിൽ ഒട്ടിക്കണം. 5 തന്നെയാണെന്നൊന്ന് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റ് 5 തന്നെ എടുത്തിട്ടുള്ളത്. തുണി ക്യാൻവാസിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ അവിടെ ഒന്ന് തയ്യൽ തുമ്പ് മാത്രം വരുന്ന ലെവലിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് മറിച്ചെടുക്കണം. ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. നമ്മൾ രണ്ടും കൂടി സെൻറ്ററിൽ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. കോളർ ഫിറ്റ് ആക്കാനുള്ള ടോപ്പിൻ്റെ സെൻറ്റർ ഭാഗം കോളറിൻ്റെ സെൻറ്റർ ഭാഗം കൂടി വെച്ചിട്ട് നമ്മളത് ഉള്ളിൽ നിന്ന് അടിച്ചെടുക്കുക. ഇനി നമ്മളിത് നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഇതിൻ്റെ മേലെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. റൗണ്ട് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ തുണി അഴിന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അടിക്കണതൊക്കെ നല്ല വൃത്തിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കോളർ ഫിറ്റായി കഴിയാനായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ കമൻ്റ് അയക്കാം. ഈ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്.